സംഭവങ്ങൾ നമുക്കറിയാം കേരളത്തിൽ ഒരുപാട് ചർച്ച ചെയ്യുന്നു, ഒരുപാട് നടക്കുന്നു. അതിൻ്റെ ഒരു ഒടുവിലത്തെ ഇര എന്ന് തന്നെയാണ് ഈ ഷിബില പറ്റി ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത്. കാരണം ആഷിഖിൻ്റെ ഉറ്റ സുഹൃത്താണ്. നമ്മൾ ആ ദൃശ്യങ്ങൾ കണ്ടതാണ്. ആഷിഖിനൊപ്പമുള്ള ഒരു സെൽഫി, ആ ചിത്രങ്ങൾ നമ്മൾ കണ്ടതാണ്. ആഷിഖിൻ്റെ കാര്യം കേരളം ഞെട്ടിയ ഒരു വാർത്തയാണ് ആഷിഖിൻ്റേത്. സർജറി കഴിഞ്ഞു കിടക്കുന്ന ഉമ്മയെ വെട്ടിക്കൊലപ്പെടുത്തിയ മകൻ, ലഹരിക്ക് അടിമപ്പെട്ട് വെട്ടിക്കൊലപ്പെടുത്തിയ മകൻ ആഷിഖ്, ആ ആഷിഖിൻ്റെ ഉറ്റ സുഹൃത്താണ് ഈ കേസിലെ പ്രതിയും എന്നത് ഏറെ ഞെട്ടിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തുതന്നെയാലും ദാരുണമായ സംഭവം. ഇതിൽ ഏറ്റവും പുതിയ വാർത്ത എന്നത് ഈ ഒരു പ്രതിയെ കസ്റ്റഡിയിലെടുത്തു എന്ന് തന്നെയാണ്. താമരശ്ശേരി സിഐയും സംഘവും ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് സ്റ്റേഷനിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും ലഹരി തന്നെയാണ് ഇതിലും വില്ലനായിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. 5 വർഷങ്ങൾക്ക് മുൻപ് സ്നേഹിച്ച് അല്ലെങ്കിൽ പ്രണയിച്ച് വിവാഹം ചെയ്തവരാണ് ഇരുവരും. ഷിബിലയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളൊന്നും മുൻപ് ലഭ്യമായിരുന്നില്ല. പിന്നീട് ജീവിതം തുടങ്ങിയപ്പോഴാണ് ഇയാൾ ലഹരിക്ക് അടിമയാണെന്ന് മനസ്സിലാക്കി ഇതുമായി ബന്ധപ്പെട്ടുള്ള തർക്കമുണ്ടാവുകയും തിരികെ ഷിബില വീട്ടിലേക്ക് എത്തുകയും ചെയ്തത്. ഇരുവർക്കും ഒരു കുഞ്ഞുണ്ട്. ആ കുഞ്ഞിൻ്റെ വസ്ത്രങ്ങൾ ഉൾപ്പെടെ നൽകണമെന്നാവശ്യപ്പെട്ടിട്ട് പോലും യാസർ അത് നൽകിയില്ല. പിന്നീട് ഈ വസ്ത്രങ്ങൾ കൂട്ടിയിട്ട് കത്തിച്ച് ആ വീഡിയോ സ്റ്റാറ്റസ് ആക്കുക കൂടി ചെയ്യുകയായിരുന്നു. അങ്ങനെ അത്തരത്തിൽ അക്രമവാസന തുടർച്ചയായി കാണിച്ചിരുന്ന അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രവണത കാണിച്ചിരുന്നയാളായിരുന്നു യാസർ എന്നാണ് ഇവരുടെ ബന്ധുക്കൾ തന്നെ അല്ലെങ്കിൽ നാട്ടുകാർ തന്നെ പറയുന്നത്. കൂടുതൽ വിശദാംശങ്ങളുമായി ഒരിക്കൽ കൂടി മിഥില ബാലൻ ചേരുകയാണ്. മിഥില, ഇനിയിപ്പോൾ ഈ കൂടുതൽ വിവരങ്ങൾ അറിയേണ്ടത് ഇയാൾ ഏത് അവസ്ഥയിലായിരുന്നു ഈ കാറിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. വീണ്ടും ലഹരി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു, ഇതുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ അറിയണമല്ലോ. ഈ പ്രത്യേകിച്ച് ഈ കൃത്യം നടത്തിയ സമയത്ത് ഷിബിലിയെ കൊലപ്പെടുത്തിയ സമയത്തും ഒപ്പം മാതാപിതാക്കളെ ആക്രമിച്ച സമയത്തും ഒക്കെ ലഹരിയുടെ പിടിയിൽ തന്നെ ആയിരുന്നോ യാസർ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനിയും അറിയേണ്ടതല്ലേ? എങ്ങനെയാണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ നൽകുന്നത്? പോലീസുമായി ബന്ധപ്പെട്ടപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞത് ഇപ്പോൾ താമരശ്ശേരി സിഐ അങ്ങോട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പോയിട്ടുണ്ട്. കാരണം കോഴിക്കോട് മെഡിക്കൽ കോളേജ് പരിസരത്ത് വെച്ചാണ്, കാർ പാർക്കിംഗ് ഏരിയയിൽ വെച്ചാണ് ഇത്തരത്തിൽ പ്രതി പിടിയിലായിട്ടുള്ളത്. അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ പ്രതിയെ കസ്റ്റഡിയിലെടുത്തെങ്കിൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ എന്താണ് ഈ ഒരു സമയത്ത് ലഹരിക്ക് അടിമപ്പെട്ടിരുന്നോ അത്തരം കാര്യങ്ങളെല്ലാം വ്യക്തമാവുകയുള്ളൂ. എന്തുതന്നെയാലും നിലവിലെ സാഹചര്യത്തിൽ ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭ്യമാവുന്ന ഇൻഫർമേഷൻ താമരശ്ശേരി സിഐ സായൂജ് കുമാർ ഇപ്പോൾ അങ്ങോട്ട് പോയിട്ടുണ്ട്, കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പോയിട്ടുണ്ട്. നാട്ടുകാരാണ് ഈ സംശയം, ഈ കാറ് കണ്ട് ഇത്തരത്തിൽ നേരത്തെ പറഞ്ഞതാണ്. ഈ ഒരു പെട്രോൾ പമ്പിൽ 2000 രൂപ പെട്രോൾ അടിച്ചു, പണം കൊടുക്കാതെ അവിടെ നിന്നും രക്ഷപ്പെട്ട CCTV ദൃശ്യങ്ങളെല്ലാം 24 റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ദൃശ്യങ്ങളെല്ലാം തന്നെ നാട്ടുകാർ കണ്ടിട്ടുണ്ട്. മാത്രമല്ല എല്ലാ പോലീസ് സ്റ്റേഷനുകളിലേക്കും കൃത്യമായ ഇൻഫർമേഷൻ പോയിട്ടുണ്ട്. കാറിൻ്റെ നമ്പർ, കളർ, മാത്രമല്ല ഇത്തരത്തിൽ ചില്ല് തകർന്ന ഒരു കാർ, അതുൾപ്പെടെയുള്ള വിവരം എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും പോയിട്ടുണ്ട്. മാത്രമല്ല ഈ കോഴിക്കോട് ജില്ല വിടാനുള്ള ഒരു സാധ്യത അത്ര സമയമായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അടുത്ത ജില്ലകളിലേക്ക് വയനാട്, മലപ്പുറം ഉൾപ്പെടെയുള്ള ജില്ലകളിലേക്കും പോലീസിൻ്റെ ഇൻഫർമേഷൻ പാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലായിടത്തും സംയുക്തമായ ഒരു പരിശോധന പോലീസിൻ്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് മെഡിക്കൽ കോളേജ് കാർ പാർക്കിംഗ് ഏരിയയിൽ വെച്ച്, അതായത് മെഡിക്കൽ കോളേജിന് സമീപത്ത് വെച്ച് ഇത്തരത്തിൽ കാറ് കണ്ടത്, കാറിനുള്ളിൽ ഒരാളെ കണ്ടത്, ചില്ല് പൊട്ടിയ ഒരു കാറ് തന്നെയായിരുന്നു അതും. അങ്ങനെയാണ് ഇത് യാസിർ എന്ന് സ്ഥിരീകരിക്കുന്നത് പോലീസ്. പിന്നീട് മെഡിക്കൽ കോളേജ് പോലീസ് ഉടൻ തന്നെ സ്ഥലത്തെത്തുന്നു. ഈ പ്രതിയെ കസ്റ്റഡിയിലെടുത്തപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവിടെ നിന്നും താമരശ്ശേരി സിഐയുടെ നേതൃത്വത്തിലുള്ള സംഘവും പോയിട്ടുണ്ട്. ഈ സംഭവം എന്നത് ഇന്ന് വൈകിട്ട് 6:45 ശേഷമാണ്, അതായത് നോമ്പ് തുറക്കുന്ന ഒരു സമയത്താണ് ഈ ഒരു സംഭവം ഉണ്ടായത്. യാസിർ കത്തിയുമായി ഇവിടെ എത്തുന്നു, ഭാര്യയെ ഷിബിലയെ കൊലപ്പെടുത്തുന്നു. ആദ്യം കഴുത്തിലാണ് കുത്തിയത്, മാരകമായ മുറിവാണ് എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരം. ശരീരത്തിലുടനീളം മുറിവുണ്ടായിരുന്നു. ഇത് തടയുന്നതിനിടയിലാണ് ഭാര്യ പിതാവിനും ഒപ്പം തന്നെ മാതാവിനും കുത്തേറ്റത്. അവർ രണ്ടുപേരെയും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. പിതാവിൻ്റെ ആരോഗ്യം, അതായത് ഈ പരുക്ക് അല്പം ഗുരുതരം എന്ന ഒരു വിവരം തന്നെയാണ് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. നാളെ രാവിലെ 9 മണിക്കായിരിക്കും ഈ യുവതിയുടെ ഷിബിലയുടെ പോസ്റ്റ്മോർട്ടം നടപടി, ഇൻക്വസ്റ്റ് നടപടിക്ക് ശേഷം പോസ്റ്റ്മോർട്ടം ഉണ്ടാവുക. അതിൽ മാത്രമേ എത്രത്തോളം മാരകമാണ് ഈ മുറിവുകൾ എന്നത് നമുക്ക് വ്യക്തമാവുകയുള്ളൂ. എന്തുതന്നെയായാലും നിലവിലിപ്പോൾ പ്രതി പോലീസിൻ്റെ കസ്റ്റഡിയിലായിട്ടുണ്ട്. ഏറ്റവും നിർണായകമായത് ആ CCTV ദൃശ്യങ്ങൾ തന്നെയാണ്. കാരണം കൃത്യമായി തന്നെ പോലീസിന് ഈ ഒരു ദൃശ്യങ്ങൾ ലഭിച്ചു. ഈ പെട്രോൾ പമ്പിൽ നിന്നും 2000 രൂപ പെട്രോൾ അടിച്ച് പണം നൽകാതെ അവിടെ നിന്നും രക്ഷപ്പെടുന്ന CCTV ദൃശ്യം, ആ ഒരു കാറ് എല്ലാ സ്ഥലത്തേക്കും ആ CCTV ദൃശ്യം എല്ലാ ചാനലുകൾ വഴിയും പ്രചരിച്ചിട്ടുണ്ടായിരുന്നു. മാത്രമല്ല എല്ലാ പോലീസ് സ്റ്റേഷനുകളിലേക്കും ഈ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ നൽകിയിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭ്യമാക്കാൻ ഇവിടുത്തെ നാട്ടുകാരനോട് തന്നെ ചോദിച്ചു നോക്കാം. നിങ്ങൾക്കല്ലേ ആദ്യമായിട്ട് ഇതിന്റെ ഇൻഫർമേഷൻ കിട്ടിയത് ഈ പ്രതി പിടിയിലായിട്ടുണ്ട് എന്നുള്ളത്? എന്താണ് ലഭിച്ച ഇൻഫർമേഷൻ? ഈ പ്രതി സഞ്ചരിച്ചിട്ടുള്ള ഗ്രേ കളർ അൾട്ടോ കാർ KL 57X 4289
ഇത് കിനാലൂർ എഗരൂരിൻ്റെ അടുത്ത് കിനാലൂർ പെട്രോൾ പമ്പിൽ നിന്ന് 2000 രൂപയുടെ പെട്രോൾ അടിച്ച് തലയാട് ഭാഗത്തൂടെ കയറി അങ്ങനെ ബാലുശ്ശേരിക്ക് ഇറങ്ങി അതായിരിക്കും സമയമെടുത്തത്. മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റിയുടെ ഭാഗത്തു നിന്ന് ഈ പാർക്ക് ചെയ്ത നിലയിലായിരുന്നു വണ്ടി. ഈ നമ്പറും കളറും കണ്ട സമയത്ത് ആളുകൾക്ക് സംശയം തോന്നി. പരിശോധിച്ച സമയത്ത് ഈ പ്രതി അവശനായിട്ട് ഈ കാറിൽ ഇരിക്കുന്ന കാഴ്ചയാണ് കണ്ടിട്ടുള്ളത്. ഇന്ന് 11 മണിക്ക് ഇവിടെ എത്തി ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞല്ലോ, എന്ത് പറഞ്ഞിട്ടായിരുന്നു ഈ ഭീഷണി? ഈ പ്രതിയുടെ എന്തോ ഒരു സർട്ടിഫിക്കറ്റ് ഇവിടെ ഉണ്ട്, അത് കൊടുക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ കൃത്യമായിട്ട് വിവരം അറിയില്ല. എന്തോ ഒരു സർട്ടിഫിക്കറ്റ് ചോദിച്ചു, അതിൻ്റെ കാര്യങ്ങളും സംസാരിച്ചിട്ടാണ് ഇവിടെ ഈ പ്രശ്നമുണ്ടായിട്ടുള്ളത്, വഴക്ക് കൂടിയിട്ടുള്ളത്. അങ്ങനെ ആ വഴക്ക് കൂടിയിട്ടാണ് പിന്നെ പ്രതി ഇവിടുന്ന് തിരിച്ചു പോയിട്ടുള്ളത്. പിന്നെ 7 മണിക്ക് വന്നത് കൊല ചെയ്യാൻ പാകത്തിന് ആയുധവുമായിട്ട് വന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കഴുത്തിന് തുടരെ കുത്തുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഈ പിതാവിന്റെ പരുക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് ആശുപത്രി? പരുക്ക് നിലവിൽ ഇപ്പം അപകടനില തരണം ചെയ്തു എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഈ പിതാവിനെയും ഈ മാതാവിനെയും കൊണ്ടുപോയ ആംബുലൻസ് ഡ്രൈവർ വിജീഷ് അടക്കമുള്ള ആളുകളായിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ ബന്ധപ്പെട്ട സമയത്ത് 2 പേരും അപകടനില തരണം ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. തീർച്ചയായും പ്രയുക്ത ഏറ്റവും ആശ്വാസകരമായ വാർത്ത എന്ന് പറയുന്നത് പിതാവിന്റെ ആരോഗ്യം, അതായത് അപകടനില തരണം ചെയ്തു എന്ന തന്നെയാണ് ഇപ്പോൾ നാട്ടുകാർ ആശുപത്രിയുമായി ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ കഴിഞ്ഞതെന്ന് ഏറ്റവും ഒടുവിലത്തെ വിവരം പറയുന്നു.